ഒരു ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാൻ ഇല്ലെന്നേ. വാ ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മള് ഇന്നുള്ള സ്ഥലം കരുനാഗപ്പള്ളി. ഈ പ്രോപ്പർ സ്ഥലം കരുനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങര. ശരി. ആ പറഞ്ഞ സ്ഥലം കേട്ടോ, എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ എന്നെ വിളിച്ചതിൽ ആരാ? ഇപ്പൊ എത്ര ദിവസം വിളിച്ചിട്ട്? കുറച്ച് ദിവസമായല്ലേ? ഒരാഴ്ചയായി. അപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ആള് നമ്മുടെ ടിജോബായ് ആണ്. നമ്മുടെ കാനിക്രോസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ കരുനാഗപ്പള്ളിയിൽ. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ടാണോ നീ വിളിക്കുന്നത്? അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ടിജോബായുടെ അടുത്ത് നമ്മൾ പോകുന്നതിന് ശേഷമാണ് വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ തന്നെ ആയിരുന്നു എന്ന് അറിയുന്നത്. അന്ന് തന്നെ നമുക്ക് എടുത്തേനെ. ഇപ്പൊ നമ്മള് നമ്മുടെ രാജപാളയത്ത് പോയിട്ട് നമ്മുടെ രാജപാളയം കടിച്ചായിരുന്നല്ലോ 2 മാസം മുന്നേ. ആ ഡോഗിനെ നമ്മൾ ഒന്നും കൂടെ ഇന്നലെ ഇറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ടൈമാണ്. രാവിലേക്ക് വന്ന് ചാടിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മോന്റെ അടുത്താണ് ഡോഗ് ഉള്ളത്. ഇവരുടെ പേരെന്താ? ജെബിൻ. നിങ്ങളൊക്കെ പേരെന്ന് പറഞ്ഞേ? സച്ചിൻ, ജിജ, ആദിത്യൻ. നിങ്ങളെല്ലാവരും കൂടിയാണ് നമുക്ക് പണി തന്നേക്കുന്നത്. വേറെ ഒന്നല്ല, ഇവിടെ ഒരു നാടൻ ഡോഗ് ഉണ്ട്. അപ്പൊ ഡോഗിന്റെ വിശേഷങ്ങൾ നമ്മൾ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. ഇവനാണ് എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്ന ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിൽ ഇറങ്ങിയേക്കെന്ന് തോന്നുന്നു. എന്താ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ല. ആണോ? എന്താ അവന്റെ ഉദ്ദേശം എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവന്റെ ഉദ്ദേശം എന്തായിരിക്കും? നിന്റെ ഒരു ഊഹം? അവനെ കൊണ്ട് നമ്മളെ കളിപ്പിക്കണം. നിന്റെ ഡോഗിനെ കൊണ്ടുവന്ന് പുള്ളിക്കൊരു കടി കൊടുപ്പിക്കാം. അതാണ് ഇവന്റെ ഉദ്ദേശം. വേറെ ഒരു ഉദ്ദേശമല്ല. ഇതൊക്കെ തന്നെ ഉദ്ദേശം. അങ്ങനെയല്ല, ഇവിടെ പറഞ്ഞു പോയി ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്കിടയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹം. ഓക്കെ, ഒരാളുണ്ട്. ആണല്ലേ? അവനിപ്പോ എത്ര ഏജ് ഉണ്ടാ? 6 വയസ്സ്. ഉറപ്പിക്ക് 6 വയസ്സ്. അപ്പൊ 6 വയസ്സ് എന്തായാലും ആയിക്കോട്ടെ. ഇതിനെ നമുക്ക് ഇവർക്കൊരു വഴിന്ന് കിട്ടിയ ഡോഗായിരുന്നു അല്ലേ? കുഞ്ഞ് സ്കൂളിൽ പോയപ്പോ കണ്ടേ? അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ശേഷം അവനിപ്പം എപ്പോഴാ ഈ ടെറർ? അവൻ ഇച്ചിരി ടെറർ തുടങ്ങി എപ്പോഴാ? 2-3 വർഷമായി. ഈ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഈ നിങ്ങളോട് കുഴപ്പമില്ല, കുഴപ്പമില്ല. എല്ലാരോടും ഇവന്മാരോടൊക്കെ എങ്ങനെയാ? അടുപ്പിക്കത്തില്ല. അപ്പൊ ഇവരാണല്ലോ നമുക്ക് ചലഞ്ച് ചെയ്യുന്ന ആള്. ഇവരോട് എങ്ങനെയാടാ ഡോഗ് നിങ്ങളുടെ അഭിപ്രായത്തില്? ഓക്കെ ആണ്. അപ്പൊ ഇവനെ ഇവനെ തന്നെ വിട്ടിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അല്ലേ? ഇവ തന്നെ അങ്ങ് പോട്ടെ. നീ അത് കാണിച്ചു കൊടുക്ക്. വേണേ നിങ്ങൾ എല്ലാരും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തായാലും അവിടെ നിൽക്ക്. ഇനി അവിടെ നിന്നോ. അപ്പം നമ്മളെ മോന്റെ പേരെത്ര? സച്ചിൻ. അപ്പൊ സച്ചിനും ടിജോബായാണ് ക്യാമറമാൻ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ടിജോബായ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തേക്ക്. നീ കൊട ടിജോബായി ഇച്ചിരി പേക്കട്ടെന്നല്ലേ? ഞാനതൊന്ന് വീഡിയോ എടുക്കാം. ടിജോബായി നടത്തിക്ക് ചാടി പിടിക്കുമല്ലോ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഓണർ പോയി. നീ അടുത്തിരിക്കുമ്പം അല്ല, നീ അവിടെ ഇരുന്നോ? കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് നീ അടുത്തിരിക്കുമ്പോ അവനെ ടെമ്പർ കൂടുകയാണോ കുറയാണ്? നിനക്കിടം വരും അടിക്കാൻ. അപ്പൊ ജോയ് ഇതങ്ങ് കൈ പിടിച്ച. അപ്പൊ എടാ ഇവന്റെ പേരെന്താ? ജാക്കിയോ? ജാക്കിക്ക് ഇപ്പോഴേ സത്യം പറഞ്ഞാൽ ജാക്കി ഇപ്പൊ ഒരു അന്താളിപ്പിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ തിരിച്ചു ടിജോബായി ഇങ്ങനെ തിരിച്ചു ചെയ്തിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഇവിടെ എല്ലാവരും ഉണ്ട്. എനിക്കൊന്ന് അവിടെയൊക്കെ 2-3 പേരുണ്ട്. അപ്പൊ ജാക്കി ആകെ കൺഫ്യൂഷനിലാണോ? ജാക്കി ആകെ കൺഫ്യൂഷനിലാണോ? ആണോടാ? ഇവരൊക്കെ നിന്റെ ശത്രുക്കളാണോ? ഇവരൊക്കെ ശത്രുക്കളാണോടാ?
നിന്നോടൊന്ന് കൂട്ടുവിടാൻ വേണ്ടി ഇതിൽ ആരാ പറഞ്ഞത്? അവൻ പറഞ്ഞു എന്നോടൊന്ന് കൂട്ടുവിടാൻ. എന്താണ്? ഭയങ്കര ദേഷ്യാണോ? ഭയങ്കര ദേഷ്യാണോ? ക്ഷയിക്കാൻ വരാ. ഞാൻ വരാം, അപ്പുറം വരാം. അപ്പുറം മണ്ണ മതിലിൽ ചാടൊന്നും വേണ്ട കേട്ടാ, ചാടൊന്നും വേണ്ട. എന്റെ അടുത്തേക്ക് വരാനിപ്പോ കുടുങ്ങൂല നമ്മള്. ഞാൻ വരട്ടെ? കേറി വരട്ടാ, കേറി വരട്ടെ, കേറി വരട്ടെ. ആ എന്തോ അവന്റെ ഭാഷ സംസാരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നിൽക്കട്ടെ. കൈ കിട്ടൊന്നും കളിക്കരുത്. ഇവിടെ കയറുവാ, ഇവിടെ ഇവിടെ ഇരിക്കും, ഇവിടെ ഇവിടെ വാ, കയറുവാ, കയറി വന്നേ ഇങ്ങോട്ട്. എന്നിട്ട് നല്ല രസമാണ് കേട്ടോ. എൻ്റെ ചെവി കണ്ടില്ലേ പ്രത്യേക ഒരു നമ്മുടെ എൻ്റെ വീട്ടിൽ പണ്ട് ഇങ്ങനത്തെ ഡോഗ് ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ഡോഗ് എനിക്കൊരു ബ്രൂസിലി ഉണ്ടായിരുന്നു. ബ്രൂസിലി എൻ്റെ കുഞ്ഞിലെ കേട്ടോ. എനിക്കൊരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു ഡോഗായിരുന്നു. അവൻ്റെ ചെവി ഇങ്ങനെ ഞങ്ങളവനെ മുയൽ ചെവിയാന്ന് വിളിക്കുന്നത്. അതുപോലെ ഉണ്ട് അവൻ്റെ ചെവി. ഇതാ അവിടെ എന്താ ഉള്ളത്? വെള്ളം ഉണ്ടാ? വെള്ളം കടിക്കാണോ? നീ ചേച്ചിയുടെ ഒക്കെ എല്ലാവരോടും ഭയങ്കര കമ്പനിയാ? അച്ഛനോടോ? ആണോ? നിങ്ങൾ ചിലപ്പോ ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല. അച്ഛൻ അവന്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്ത കാര്യമായിട്ടാ പറഞ്ഞേ. ആരാ കൂടുതൽ ഇവനെ? ആണോ? ആണാടാ. ഇവന്റെ പേരെന്താണോ? പേര് വിട്ടേ. ജാക്കി. ജാക്കി എന്താണ് ജാക്കി? ഒരു ഷെയ്ക്കാൻ്റെ അല്ലേ ജാക്കി? കടിയല്ല, ഷെയ്ക്കാൻ. ഷെയ്ക്കാൻ തന്നെ. തലമുടിയൊക്കെ നനഞ്ഞിട്ട് മഴയാട്ടോ. ഇവിടെ മഴ പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാരും മഴയിൽ കുതിർന്നിരിക്കുക. ജാക്കി അങ്ങ് വരട്ടെ ഈ സാധനത്തില്. എന്തിനാണ് എല്ലാരും കൂടിയിട്ട് ആകെ ജഗവകയാണ്? ജഗവകയാണ്. ഒച്ചപ്പാടുണ്ടാക്കരുത്. നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോണം അങ്ങോട്ട്. വരെ എന്റെ കൂടെ വന്നില്ലാതെ നാണക്കേടാ അവള്. ഇന്ന് കാണികൾ ഒരുപാടുണ്ട് കേട്ടാ. സാധാരണ ഇത്രയും കാണികളൊന്നും നമ്മുടെ വീഡിയോ ഉണ്ടാവില്ല. ഇത് നമ്മള് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അല്ലേ ഒച്ചപ്പാടും ബഹളവും പാടില്ല. നമുക്ക് എന്തിനാണ് ഈ കച്ചറുണ്ടാക്കുന്നത്? നമുക്ക് ഒരുപാട് നേരം നമ്മളോട് വർത്താനം പറഞ്ഞിരിക്കെ സമയമില്ല. ഒരുപാട് നേരം. എടാ ഇതാണോ അതിന്റെ അറ്റം? ഇതറ്റം? നോ ആയില്ല. ഒരുപാട് നേരം നമ്മൾ ഒച്ചപ്പാട് എടുത്തോണ്ടിരിക്കാൻ പാടില്ല. ബാ ഇതിലേ വരുന്ന നീ. എടാ എന്നാ നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിക്കോടാ. എല്ലാവരും അങ്ങോട്ട് എല്ലാവരും മാറിയാ. അടുത്ത് ഞാൻ ഇവനുമായിട്ട് അങ്ങോട്ട് പോകാൻ മാത്രം ഉദ്ദേശിക്കുന്നു കേട്ടാ. നീ ഇങ്ങോട്ട് നിന്നോ. നിന്നെ കാണുമ്പോൾ ഉള്ളൊരിത് വേണ്ട. പോവാ നമുക്ക്. വയനാട്ടിലേക്ക് പോകാം. അതിലല്ല അതിലെ കയ്യൊന്നും പിടിക്കരുത്. കയ്യെ പിടിക്കരുത്. ഇഷ്ടല്ല. ബാ. അയ്യോ എന്നെ വലിച്ചോണ്ട് വിടണ. ആശ എന്നെ കൊണ്ടൊക്കെ പോവാണ്. കടക്ക് പോവാ. അത് 3XO 10XO എടുത്താലും മതി. ബാ. വെള്ളമാടാ. അപ്പൊ ഇവിടെ വെള്ളമാണ്. എനിക്ക് ഇതിൽ നടക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ആശാനയിൽ എപ്പോഴും നടക്കുന്ന സ്ഥലം തോന്നുന്നു കേട്ടാ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മളൊന്ന് പുറത്തിറക്കി നടത്തണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഓണർ പയ്യനെ വിളിച്ച മോനെ നീങ്ങ വാ. മറ്റേ ഓണർ നീ അങ്ങോട്ട് വെള്ളമാ. എനിക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും പറ്റില്ല. എന്നാ നീങ്ങ വന്നാ മതി. ഇവനെ പിടിച്ചോ. അങ്ങോട്ടേ ഷൂ ഉള്ളത് കൊണ്ട് നമ്മളെ വെള്ളത്തിലിട്ട് വലിയ വാക്കിങ് നടക്കുന്നൊന്നുമില്ല. അപ്പൊ ഇവനെ ഒന്ന് അഴിക്കണമെന്ന് മാത്രമേ നമ്മുടെ മറ്റേ എനിക്ക് ചലഞ്ച നാളുടെ പേര് ഞാൻ വിട്ടു കേട്ടാ. ഇത് പിടിച്ചടാ. നിന്നോട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനി അവനെ കൂട്ടി അങ്ങ് വാ. തിരിച്ചോ പോയി നേരെ ബാക്കോട്ട് വെക്കും. നിന്റെ കയ്യിലേക്ക് ചിലപ്പോ എനിക്കിത് കടിക്കട്ടോ. അല്ല നിന്റെ കയ്യിൽ നിന്ന് ഇരുന്നോണ്ട് ഇവനെങ്ങനെയാ? എടാ അവന്റെ പേരെന്താ? റോക്കി. ജാക്കി അവനെ പിടിച്ചോ. എടാ ചലഞ്ച് എന്ന ആളെ ഇവരല്ലടാ. എടാ അവിടെ നിർത്ത്. ജാക്കിനെ അവിടെ നിർത്ത്.
നീ പിടിച്ചോട്ടോ അവനെ. ഇവിടെ വന്നാ. തമാശ കളിക്കില്ലേ? വാ. എടാ ഇല്ലടാ വാ. ഇല്ല നിന്നോട് കടിക്കില്ല. ഇല്ലെന്നേ വാ. ജാക്കിയെല്ലാം അടിപൊളി ഡ്രസ്സുണ്ട് കേട്ടോ. അവന്റെ പ്രത്യേക എടാ വാല് കട്ട് ചെയ്യുന്നല്ലോ. അവന്റെ വാല് ഇങ്ങനല്ലേ? അല്ലേ നല്ല ടിജോബായി നല്ല ഭംഗിയുണ്ടല്ലോ വാല്. അപ്പൊ ടിജോബായിനെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കാനിക്കോർസിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു മാസമല്ലേ ടിജോബായി? ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടെ. പക്ഷെ അവിടെ ടിജോബായി നല്ലൊരു ഡോഗ് ലവർ കേട്ടോ. 5-6 ഡോഗ് ഉണ്ട്. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു അവിടെ ഒരു നാടൻ ടൈപ്പ് ഒരു ഡോഗ് ഇല്ല ഇതുപോലെ ഇവന്റെ അത്രയും ഹൈറ്റ് ഒക്കെ ഉള്ള. ഇവരെക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ ഒരാളുണ്ട് അല്ലേ? ഒരു ക്രോസ് ഉണ്ട്. ഇതിന് കുറെ ഡോഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയട്ടാ. അപ്പം ഇത് നമ്മുടെ എടാ വാ ചലഞ്ച് നടങ്ങോട്ടെ. അതവിടെ കുറെ ഒരാൾ വന്നിപ്പുണ്ട്. നീ എന്താ എന്നോട് പറഞ്ഞു അവനൊന്ന് അയച്ചു കൊടുക്കണമെന്നല്ലോ പറഞ്ഞോളൂ. കുഴപ്പമില്ല അതുപോലെ. ഇത്ര മതി എന്നാണോ അത് വേണ്ടതാണോ? മതി. എടാ മച്ചനിങ്ങ വന്നേ. എടാന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ വയനാട് ഭാഷയിൽ ഞങ്ങള് എടാന്നൊക്കെ മക്കളെന്നൊക്കെ ഇട്ടാ വിളിക്കുക. ചില ആൾക്കാർ ചോദിക്കും എടാന്ന് പിള്ളേരെ ഇങ്ങനെ വിളിക്കുക. എനിക്ക് പേരറിയില്ല. ഞങ്ങളിവിടെ വന്നിട്ട് നമ്മൾ എത്രയാണ് സംസാരിച്ചു? ഇവിടെ വന്നിട്ട് അരമണിക്കൂർ. വീഡിയോ റെക്കോർഡിങ് എത്ര മിനിറ്റാ? 12 മിനിറ്റ്. അത്ര ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഫോണിൽ കൂടെ എനിക്ക് ഒരു 3-4 മെസ്സേജ് അയച്ചിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം നമ്മുടെ ജാക്കിടാ ജാക്കി എനിക്ക് പേരിങ്ങനെ മാറിപ്പോ. അപ്പൊ ജാക്കി അല്ലേ ജാക്കി ഇപ്പൊ അടുത്ത് ജാക്കി ഇപ്പൊ ഞെട്ടിക്ക്. ജാക്കി കയറുവാ ചാടുവാ ഒന്നുകൂടെ പവർ കാണിക്കപ്പാ. കയറുവാ. ഞാൻ ഒന്നുകൂടെ അയച്ചിട്ട് കൂട്ടാ. ഒന്നുകൂടെ കൊണ്ടോട്ടെ. ഇവിടെ വാങ്ങോട്ട് വാങ്ങോട്ട്. അപ്പൊ എന്തായാലും അമ്മ ഇവനെ വേറെ ആരും ഇങ്ങനെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നാ? ഇല്ല ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല. ആരും വരത്തില്ല. ആരും ചെന്നിട്ടില്ല. ഇതുവരെ ചെന്നിട്ടില്ല. അത് ശരി. നാട്ടുകാർ ഇപ്പൊ അവിടെ ഒരാളെന്തോ കൊണ്ട് തരാൻ വന്നില്ലേ നമ്മുടെ? സമ്മതിക്കില്ല. ശരി. ഇവിടെയാണ് അവന് കൂടുന്നില്ല. ഇത് തന്നെയാണ് അവന്റെ മെയിൻ ഏരിയ. ഈ സൈഡില്. ഓ അത് ശരി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ജാക്കി? അടിപൊളിയല്ലേ? അപ്പൊ മഴ നനഞ്ഞിട്ടേ എന്നോട് ഈ മുടി ഇന്നാളെ എന്നോടേ കുറെ പേര് ഇടയ്ക്ക് ചോദിക്കലുണ്ട് ഇത് വെപ്പുമുടിയാണെന്ന്. ഇത് വെപ്പുമുടിയല്ല കേട്ടോ, ഒറിജിനൽ മുടിയാണ്. അപ്പൊ ഇങ്ങനെ എടുത്തിടുമ്പോൾ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതൊന്നുമല്ല, ഈ മുടി ഇങ്ങനെ മുമ്പ് കിടക്കുന്നുണ്ട് അറിയാം. മഴ നനഞ്ഞിട്ട് ഞാൻ ടിജോയും കൂടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ബൈക്കിനെ വന്നത്. അപ്പൊ നനഞ്ഞ് കുഴഞ്ഞിരിക്കുക കേട്ടോ. അതാണ് സിറ്റുവേഷൻ. മഴയായിരുന്നു. ഞാൻ മിനിങ്ങാന്നല്ലടാ അതിനോട് പറഞ്ഞാൽ വീടെടുക്കാൻ വരാന്ന്. മിനിങ്ങാന്ന് ഞാൻ അവിടെ വന്നപ്പോൾ ഫുൾ മഴ. അപ്പൊ കൊല്ലത്ത് നേരെ നേരെ നമ്മുടെ രാജപാളയത്തിന് ഒന്നും കൂടെ ഇറക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ രാജപാളയത്തേക്ക് പോയി. ഇന്നലെ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വന്നുള്ളൂ. വന്ന് ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് അപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞ് വരാനുള്ള പ്ലാൻ ഇട്ടു. ഉച്ചയ്ക്ക് ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചീറ്റിപ്പോയി അല്ലടാ. ഞാൻ പോട്ടാന്നല്ലേ? അവിടെ കിടക്കുവാണോ? ഒന്നുകൂടെ വന്നേ. നമ്മുടെ ആൾക്കാരൊന്ന് കാണാണ്ടോ? നീറ്റ് വാ അങ്ങോട്ട്. ചാടിങ്ങോട്ടാ വാ. എന്താണ് ഇങ്ങനെ നിൽക്കേ? ഇവിടെ അങ്ങോട്ട് നോക്കി. ഇതാ അവിടെ ക്യാമറയിൽ ഒരു ഹായ് കൊടുക്കാം അങ്ങോട്ട്. അത് തന്നെ ഒരു ഹായ് കൊടുക്ക്. ഇവിടെയാണ് ഒരു ടീം ഒന്നും ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. അരവനെയോ തുടർന്നെങ്കിൽ നമ്മളിപ്പോ എത്ര മിനിറ്റ് ആയി? ഒരു 10 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇവന്റെ അടുത്ത് ഇരുന്നില്ലല്ലോ. നമ്മൾ ഇവനെ ഇപ്പൊ ഈ ഏത് ഡോഗും നമ്മോട് കുറച്ചു നേരം അവരൊന്ന് മിങ്കിൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവനെ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ അതിന്റെ ഒപ്പം ഇവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊടാം. അത്ര വലിയ സീൻ വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനുമായിട്ടൊരു ഒരു ബോണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത് മാത്രം. അപ്പൊ അവനെ ഇപ്പോ കടിക്കുന്ന ഡോഗാണെങ്കിൽ ഇപ്പം ഇവൻ കൊണ്ടായി ചിലപ്പോൾ കടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിപ്പോ ഈ ഡോഗിനെ ഇവിടുന്ന് അഴിച്ചില്ലേ, ഈ അഴിച്ചത് മുതൽ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. പേടിക്കാതിരിക്കണം നമ്മൾ. ഇപ്പം മോന്റെ പേരെന്താ? സച്ചിനോട് ഇപ്പൊ ഞാനിത് അഴിച്ച് കൈ കൊടുക്കാന്ന് വിചാരിക്കുക ഡോഗിന്റെ. അപ്പൊ സച്ചിനോട് ഞാൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സച്ചിന്റെ മനസ്സിൽ പേടി വരും. ആ പേടി വരുമ്പോൾ ഡോഗുകൾ പെട്ടെന്ന് സെൻസ് ചെയ്യും. അത് ഡോഗ് എന്നല്ല, എല്ലാ ജീവികളും നമ്മളെ ഉപദ്രവിക്കുന്ന ഏത് ടൈപ്പ് ജീവികളാണെങ്കിലും നമ്മുടെ പേടി അവർ സെൻസ് ചെയ്തിട്ടാണ് നമ്മളെ വേഗം അവർ കയറി അറ്റാക്ക് ചെയ്യുക. മനസ്സിലായി? ഇപ്പൊ ഞാനിവിടെ പേടിച്ചോണ്ട് നിൽക്കുവാണെങ്കിൽ അവൻ എപ്പോൾ വേണം നമുക്ക് അറ്റാക്ക് ചെയ്യാം. പക്ഷെ അവൻ ആ ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. ആളിപ്പോൾ കൂളായിട്ട് കിടക്കുക. അപ്പൊ അങ്ങനെയാണ് എല്ലാ ഡോഗും. അപ്പൊ നമ്മളിവിടുന്ന് ഈ ഡോഗിനെ ഞാൻ അഴിച്ചുകൊണ്ട് പോയി പേടിയിലൂടെ ഞാൻ അഴിച്ചുകൊണ്ട് പോയാൽ അവൻ അവിടെ ഇട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കടി നമുക്ക് കിട്ടും. അതിന് മുമ്പ് തന്നെ കടിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഭവം. അത്രേ ഉള്ളൂ ഇതില്, വേറെ ഒന്നല്ല. ഇപ്പൊ ഇവനെ തൊടാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചാൽ
തൊടാം. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ദിവസം വന്നിട്ട് തൊടാം. എന്തായാലും തൊടുവോന്ന് ചോദിച്ചല്ലോ. അല്ല നമുക്ക് വരാം ഒരു ദിവസം വരാം കേട്ടാ. നമ്മൾ കരുനാഗപ്പള്ളി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കോളുകൾ വരുന്ന ഏരിയ തോന്നുന്നു ടിജോബായി. എന്നാ പോട്ടാ ചേച്ചി. ഡാ ഞാൻ പോവാ. അടി വരാം ഒരു ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാൻ നമ്മൾ ഇത്ര വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെയാണോ വീട്ടിൽ കയറുന്ന ആൾക്കാരോട് ഇങ്ങനെയാ? ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്ന ആൾക്കാർ ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്ന ആൾക്കാരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ഇങ്ങനെയാണോ? മോന്തയ്ക്കൊന്നും കയറി പിടിച്ചിട്ടില്ല കേട്ടോ. അവരുടെ കയ്യിൽ പോട്ടെ, എല്ലാവരുടെ കയ്യിൽ പോട്ടെ. എല്ലാവരും ഇഷ്ടമല്ല ആണോടാ? ഡാ കാരണവരായി നീ, അതെനിക്കറിയോ. 6 വയസ്സ് 7 വയസ്സെന്ന് പറഞ്ഞാൽ അപ്പാപ്പനായി, അതെനിക്കറിയോ. എന്നിട്ട് പിള്ളേരെ ഇങ്ങനെ ഞെട്ടിക്കാണ? പിള്ളേരെ ഞെട്ടിക്കാണ? എടാ ഒന്ന് ഷെയ്ക്കാൻ തരാം. ഷെയ്ക്കാൻ ശരി അങ്ങനെ ആക്കല്ലേ. ഒരു ഷെയ്ക്കാൻ ഇങ്ങ വന്നേ. വാ ഇവിടെ. എടാ വാ ഇവിടെ ഇരിക്കാം. വാ 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 ഇവിടെ ഇരിക്കാം. പാടാ. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ അവനൊരു ഇതായി വന്നല്ലോ. ഇങ്ങനെ നമ്മൾ അരമണിക്കൂർ ഇരുന്നാൽ നമുക്ക് അവൻ സെറ്റ് ആവും. അത്രയൊക്കെ ഉള്ളൂ. എന്നാ പോയി